സമൂഹത്തിന് ആപത്ത് സംഭവിച്ചാൽ പിന്നെ അതിന്റെ ശവസംസ്കാരത്തിന് ഏർപ്പാട് ചെയ്തു കൊള്ളുക എന്ന് ഈ കവിവചനം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. നമുക്ക് ഉന്നതമായ സംസ്കാരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മ ബിതഗൈനൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു അദല്ലനല്ലാഹ്. നമ്മൾ ഉന്നതമായ സംസ്കാര മൂല്യങ്ങളുള്ള ഒരു ജനവിഭാഗമാണ്, സമൂഹമാണ്. അത് നാം മുറുകെ പിടിച്ചാൽ ലോകത്തിന്റെ മുഴുവൻ നേട്ടമാണ്, മനുഷ്യകുലത്തിന്റെ നേട്ടമാണ്. അത് നമ്മൾ കൈയൊഴിഞ്ഞാൽ നമ്മൾ നീചന്മാരായി നിന്ദന്മാരായി ആപതിക്കുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കണമെന്നാണ്. നമുക്കറിയാം, ഇതേപോലെയുള്ള ഒരുപാട് തിന്മകളുടെ വ്യാപനം ഇവിടെ ഉണ്ടാകാൻ കാരണം ഉപഭോഗ സംസ്കാരം. ഉപഭോഗ സംസ്കാരത്തിന്റെ, കൺസ്യൂമറിസത്തിന്റെ ഉപോൽപ്പന്നങ്ങളായി ധാരാളം ദുശ്ശീലങ്ങൾ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നുണ്ട്. ആർത്തിയും അതിമോഹവും മനുഷ്യനെ അപകടത്തിലാക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതിലെ ഹക്കും ബാത്തിലുമില്ല, ധർമ്മവും അധർമ്മവും നോക്കുന്നില്ല, സത്യവും അസത്യവും അവരുടെ അയലത്ത് പോലും വരുന്നില്ല. അവനവന്റേതാണോ ആരാന്റേതെന്നോ പരിഗണിക്കാതെ വാരിക്കൂട്ടുന്ന ഈ ആർത്തിയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമായി കടന്നു വരുന്നത്. നമുക്കറിയാം, കനകവും കാമിനിയും സമ്പത്തും പ്രതാപവും അധികാരവും സർവ്വഭാവങ്ങൾക്കും നേതൃത്വം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അവ സ്വന്തമാക്കാനുള്ള കിടമത്സരങ്ങളാണ് മനുഷ്യനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സഹോദരൻ സഹോദരനെ കൊല്ലുന്നു, വാഗ്ദാനങ്ങളും കരാറുകളും ലംഘിക്കുന്നു, പുത്രൻ പിതാവിനെ കൊല്ലുന്നു, അവകാശങ്ങൾ നിഷേധിക്കുകയും ബാധ്യതകൾ മറക്കുകയും ചെയ്യുന്നു. വന്യമൃഗങ്ങളെ പോലെ ശക്തൻ അശക്തനെ വേട്ടയാടുന്നു, മത്സ്യങ്ങളെ പോലെ ചെറിയതിനെ വലിയതി വെട്ടി വിഴുങ്ങുന്നു, വ്യാപാരി വഞ്ചിക്കുന്നു, ന്യായാധിപൻ അഴിമതി കാട്ടുന്നു, മീഡിയകൾ സത്യം മറച്ചു വെച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, പുരോഹിതന്മാർ മതത്തെ വിൽക്കുന്നു, രാഷ്ട്രീയക്കാർ രാജ്യത്തെ കൊള്ളയടിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്യുന്നു. എല്ലാം എന്തിനു വേണ്ടി? ഭൗതിക സുഖത്തിന് വേണ്ടി. നൈമിഷികമായ ഈ ഭൗതിക സുഖത്തിന് വേണ്ടി നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യർ ഈ കാര്യം അത്രയും ചെയ്യുന്നത്. ഈ സകലമായ സാമൂഹ്യ വിനാശങ്ങളുടെയും മൂല കാരണം എന്താണ്? ഇതിനുള്ള പരിഹാരം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ലോകത്ത് നടക്കുന്ന എല്ലാ അധർമ്മങ്ങൾക്കും അനീതിക്കും അരാജകത്വത്തിനുമുള്ള മൂല കാരണം ധർമ്മബോധമില്ലായ്മ.